ഞാനിന്ന് ദുബായിലാണ്. ദുബായിയെക്കുറിച്ച് വളരെയധികം ഇന്ന് ഈ സമയത്ത് ദുബായ് വളരെയധികം ചൂടിലാണ്. വേനൽക്കാലം അതിഭയങ്കരമായ ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായ്. ദുബായിയുടെ വിശേഷങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യക്കാർ വന്നു ചേരുന്ന ഒരു വലിയൊരു ഹബ്ബാണ് ദുബായ്. സമസ്ത മേഖലകളിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ദുബായ്. ഈ ദുബായിയുടെ വികസനത്തിൻ്റെ മുഖ്യ പങ്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ലോകത്തിലേക്ക് എത്തുന്ന നമ്മുടെ മലയാളികൾ, അവരുടെ കഠിനാധ്വാനവും സത്യസന്ധതയും ആത്മാർത്ഥതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം, ആ വിജയത്തിൻ്റെ പിന്നിലെ ഒരു ജീവിത ശൈലിയും ജീവിത അനുഭവങ്ങളുടെയും ഒരു കഥയാണ് ഈ സഫലമി യാത്ര. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്നത് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിക്കപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ നിന്നും ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്ന ശ്രീ എം രാജേന്ദ്രൻ. അൽ ഫുതൈം വില്ലേജ് കമ്പനിയുടെ CEO ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുണ്ട്. ആ വിജയകഥ എത്രത്തോളമാണ്, കാരണം 24 വർഷത്തെ പ്രവാസ ജീവിതം എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹത്തിനോട് എന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് എം രാജേന്ദ്രൻ സാറിനെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്ക് സാറിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വരാം. എങ്ങനെയായിരുന്നു സാർ ആ പാലക്കാട് ജില്ലയിലെ ബാല്യകാലം? ഞാൻ ജനിച്ചത് പാലക്കാടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ പോയി അച്ഛൻ്റെ വീട്ടിൽ. പാലക്കാട് എവിടെയാണ് സാർ? പാലക്കാട് മംഗലം എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ആലത്തൂരിൻ്റെ അടുത്ത്, ആലത്തൂരും വടക്കഞ്ചേരിയുടെ അടുത്തായിട്ടുള്ളൊരു ഗ്രാമമാണ് മംഗലം. മംഗലത്ത് ആണ് ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂർ പോയി. അച്ഛൻ്റെ തറവാട് വീട്ടിൽ വെച്ചിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാലക്കാടിലേക്ക് വന്നു. പാലക്കാട് മംഗലത്തിൻ്റെ അടുത്ത് വടക്കഞ്ചേരിയുടെ അടുത്ത സ്ഥലത്ത് ഒരു ചെറുപുഷ്പം കോൺവെൻറ്റ് പറഞ്ഞൊരു കോൺവെൻറ്റിൽ പഠിച്ചു ഒരു കൊല്ലം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രിച്ചിക്ക് പോയി. അച്ഛൻ ട്രിച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രിച്ചിയിലാണ് എൻ്റെ സെൻട്രൽ സ്കൂളിൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ സിവിൽ ഏവിയേഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫീസറായിരുന്നു. അപ്പോൾ എല്ലാ 2-3 കൊല്ലത്തിലും ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കൊണ്ടിരിക്കും. അത് ത്രൂ ഔട്ട് ഇന്ത്യയിൽ നമുക്ക് യാത്ര ചെയ്യാനോ ഷിഫ്റ്റിംഗ് എന്നുള്ളതാണ് ലൈഫ്. നമ്മുടെ ബാല്യകാലത്ത് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഷിഫ്റ്റിംഗ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശരിയാണ്. അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് പോകണം, പുതിയ ആൾക്കാരെ കാണണം, നമ്മൾക്ക് പുതിയ ജീവിതങ്ങൾ മനസ്സിലാക്കണം, ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പരിചയപ്പെടേണ്ടതെന്ന് മനസ്സിലാവണം. ഒരുപാട് കൾച്ചർ, കാരണം നമ്മുടെ ഡിഫറെൻറ്റ് ഏരിയയിൽ അവരുടെ ലൈഫ് സ്റ്റൈല്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് യാത്രകൾ കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. അത് സാർ പറഞ്ഞ കറക്റ്റ്. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാർ എന്താണ് സാർ? ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരേ സ്ഥലത്ത് ജനിച്ച് വളർന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെർമനൻറ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും. അതെ അതെ. അങ്ങനത്തെ പെർമനൻറ്റ് ഫ്രണ്ട്സ് ഉണ്ടാവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. പക്ഷെ അവരുമായിട്ട് പെട്ടെന്നൊരു പിരിയേക്കാം. അത് ആദ്യമായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിദ്യാഭ്യാസം നേരെ വടക്കാഞ്ചേരിയിലേക്ക് പോകുമ്പോൾ അവിടെ 1 വർഷം കോൺവെന്റിൽ, അപ്പം വളരെയധികം വേദന തോന്നി അവിടെ നിന്ന് വീണ്ടും തൃച്ചിയിലേക്കുള്ള യാത്ര. സുഹൃത്തുക്കളെ വളരെ ഷോർട്ട് ടൈമിലേക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളത്. ശരിയാണ്. ട്രിച്ചിയിൽ ഞങ്ങൾ പിന്നെ കൽക്കട്ടയ്ക്ക് പോയി. അന്ന് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ സമയമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആസാമിലേക്ക് പോയി, ഗുവാഹട്ടിയിൽ കുറച്ചു കാലം താമസിച്ചു. പിന്നെ ഹൈദരാബാദിൽ വന്നു. എൻ്റെ മേജർ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദായിരുന്നു. അപ്പോൾ സൗത്തിൽ തന്നെയാണ് വീണ്ടും ഹൈദരാബാദ്. അവിടുന്ന് തന്നെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. എത്രാമത്തെ മകനായിരുന്നു?
എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളായിരുന്നു. ഒരു മൂത്ത ചേച്ചിയും ഒരു അനിയത്തിയും. മിഡിലാണ് മകനായിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും യാത്രകളിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഒരു കമ്പനിയുടെ CEO ആണ്, അതായത് ഇന്ന് ഇൻ്റർനാഷണൽ അറിയപ്പെടുന്ന 3ാമത്തെ കമ്പനിയാണ് അൽ ഫുതൈം വില്ലേജ് എന്നത്. ഇൻഷുറൻസ് ബ്രോക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ ഒരു ബ്രോക്കേഴ്സ് ആൻഡ് കൺസൾട്ടൻ്റാണ് ആ കമ്പനിയുടെ ആക്ടിവിറ്റീസ്. ഇന്ന് ആ CEO ആയിട്ടിരിക്കുമ്പോൾ സാറിന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും യാത്രകളാണ് നമ്മൾ ഒരുപാട് ഇന്ന് M രാജേന്ദ്രൻ എന്ന CEOയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്. ഈ സുഹൃത്തുക്കളെല്ലാം വിട്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഗുവാഹട്ടി ആയിരുന്നു അവിടുത്തെ കൾച്ചർ, കൽക്കത്ത ഡിഫറെൻറ്റ്, ഹൈദരാബാദ്, അപ്പോൾ ഓരോ കൾച്ചറും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരിക്കും ജീവിതത്തിലൊരു വിജയം തന്നെയായിരുന്നു എന്നാണ്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറയാം. ആ എക്സ്പീരിയൻസ് ആണ് എന്നെ ഇന്ന് ഈ ലോകത്ത് ഈ സ്ഥാനത്ത് എത്തിച്ചത്. ഇല്ലെങ്കിൽ എന്നറിയോ, ഞങ്ങൾക്കിപ്പോൾ എൻ്റെ ജോബിൽ കുറേ ആൾക്കാരെ കൂടെ ഡീൽ ചെയ്യേണ്ടി വരും. ആ ഡീലിങ്സ് ഇപ്പോൾ ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ പഠിച്ചു വളർന്നാൽ ചിലപ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടാവില്ല. പബ്ലിക്കായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ് സാറിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ ഒരുപക്ഷെ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് സാർ കാണുന്നത്. ശരിയാണ്. അതുപോലെ തന്നെ സാറിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം ഹൈദരാബാദ് തന്നെയാണ്. അവിടെ വെച്ച് മീറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ സാർ? ഒരു അറേഞ്ച്ഡ് ആണെങ്കിൽ ഹൈദരാബാദാണ് അല്ലേ കാണുന്നത് ആദ്യമായിട്ട്? രമയെ കല്യാണം കഴിച്ചു തൊട്ടുന്ന എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രോഗ്രസ് ലക്ക്. അപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീയാണെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ മരണമായിരുന്നു. അച്ഛൻ മരിച്ചത് ഞാൻ 17 വയസ്സായിരുന്നു. 17 വയസ്സിലാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഡേ വെൻ ഐ ബിക്കെയിം ഫ്രം എ ബോയ് ടു എ മാൻ. അതുവരെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ലൈഫായിരുന്നു, കെയറിങ് ആയിരുന്നു. ശരിക്കും അതാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് സാറിന്. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സിവിൽ ഏവിയേഷനിലുള്ള ഒരാൾ ഡിഫറെൻറ്റ് ഒരു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും. നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, എവിടെ ആയിരുന്നാലും നമ്മളെ കൊണ്ടുപോവുകയും നമ്മളെ കീറുകയും ചെയ്തു. ഒരുപക്ഷെ സാറ് നേരത്തെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ നമുക്ക് പറയാം. കാരണം ഇന്ന് M രാജേന്ദ്രൻ എന്ന CEO ഇരിക്കുമ്പോൾ, ഒരു കമ്പനിയുടെ CEO ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് അതിനുള്ള ഭാഗ്യം തന്നെ നമ്മുടെ പിതാവ് തന്നെയാണ്. എത്രത്തോളമാണ് സാർ ആ യാത്രയിലുടനീളം പിതാവെന്ന് സാർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും അമ്മയുടെ മീൻസ് മദർ, അച്ഛൻ്റെ അടുത്ത് അത്ര ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ മരിച്ചപ്പോൾ തൊട്ടുന്നാണ് ആ ഇമ്പോർട്ടൻസ് നേരെ മനസ്സിലാവുന്നത്. ആഫ്റ്റർ 17 years കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും അച്ഛൻ്റെ ആ ആബ്സെൻസ് നമുക്ക് ഒരുപാട്, പക്ഷെ പ്രസൻസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ? അമ്മയുടെ അടുത്തായിരുന്നു ഏറ്റവും കൂടുതൽ വാത്സല്യവും കാര്യങ്ങളും. പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എക്സാക്ട്ലി അത് സാറ് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ്, ആബ്സെൻസിലാണ് ഒരു മനുഷ്യൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത്. പ്രസൻസിനേക്കാൾ ആബ്സെൻസ് വരുമ്പോൾ നമ്മൾ ആ വാല്യൂസ് നമുക്ക് പറഞ്ഞു തന്ന നമ്മൾ ഇന്നൊരു പൊസിഷനിൽ ഇരിക്കാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പിതാവാണ്. ആ പിതാവ് നമുക്ക് പറഞ്ഞു തന്ന ആ വാല്യൂസ് നമ്മളെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിച്ചത് ബിക്കോസ് ഓഫ് ആ മഹാനായ ഒരു വലിയ മനുഷ്യൻ്റെ കാര്യങ്ങളും കൊണ്ടാണ്. അത് ഓർക്കുന്നതോടൊപ്പം തന്നെ സാർ നമ്മുടെ മാതാപിതാ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. എത്രത്തോളമാണ് അത് നമ്മൾ ആ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് സാർ? അച്ഛൻ മരിച്ച സമയത്ത് അമ്മയ്ക്ക് അധികം വയസ്സായിട്ടുണ്ടായിരുന്നില്ല, 44 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ ഓൾ ഓഫ് അസ്. എൻ്റെ സിസ്റ്ററും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും പഠിക്കുകയായിരുന്നു. ആരുടെയും മാരേജ് കഴിഞ്ഞിട്ടില്ല, ആരുടെയും എംപ്ലോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ദാറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ അസ്. ആ സമയത്താണ് ഞങ്ങൾക്ക് റിയൽ മനസ്സിലായ ഒരാളുടെ ഇമ്പോർട്ടൻസ് ഇൻ ലൈഫ്. നമ്മുടെ 17 വർഷക്കാലം നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ആ നിമിഷം. ഒരു പക്ഷേ ഹൈദരാബാദ് വെച്ചായിരുന്നോ സാർ? ഹൈദരാബാദ് വെച്ച്. അവിടെ നിന്ന് പിന്നീട് ഷിഫ്റ്റ് ചെയ്താണ് നമ്മൾ തൃശ്ശൂരിലേക്ക് വരുന്നത്? ഇല്ല, ഹൈദരാബാദിൽ ഞങ്ങൾ കുറച്ച് കാലം കൂടി ഉണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു, ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെക്ക് ഷിഫ്റ്റായ. അമ്മ പിന്നെ എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സൗദിയിലൊക്കെ വന്നപ്പോൾ പിന്നെ അമ്മ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു സാർ നമ്മുടെ ജീവിത സഖിയെ കണ്ടെത്തിയത്? രമാ മാഡം അത് ഇടയ്ക്ക് പറഞ്ഞു, കാരണം എല്ലാ ഭാഗ്യങ്ങളും ആരംഭിക്കുന്നത് മാഡം വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു. അതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഞാനിപ്പോൾ ഇൻഷുറൻസ് ജോയിൻ ചെയ്തത് 1986 ആസ് എ ഡയറക്ട് റിക്രൂട്ട് ഓഫീസർ ഇൻ നാഷണൽ ഇൻഷുറൻസ്. അപ്പോൾ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഹൈദരാബാദിലായിരുന്നു. ആ ബാച്ച്മേറ്റ് ഞാൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഗെറ്റിംഗ് മാരീഡ്. അപ്പോഴാണ്
ആ ബാച്ച്മേറ്റ് പറഞ്ഞ എനിക്കൊരു കുട്ടിയെ നോക്കണമെന്ന്. സോ ഷീ ഇമ്മീഡിയറ്റ്ലി സെഡ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മലയാളി കുട്ടിയുണ്ട്, നായർ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ പരിചയപ്പെടുത്തിത്തരാം, നിങ്ങൾ എന്താ ചെയ്യണം അത് ചെയ്തു തുടങ്ങും. അപ്പോൾ ഞാൻ ബോംബെയിൽ നിന്ന് വന്നിട്ട് പിന്നെ രമ്യനെ ഹൈദരാബാദ് വെച്ച് കാണുകയാണ്. അപ്പോൾ 1989 ഞങ്ങളുടെ കല്യാണം. 1989. അത് കഴിഞ്ഞ് സാർ പിന്നെ തിരിച്ച് ദുബായിലേക്ക്, സൗദിയിലേക്ക് പോകുന്നു അല്ലേ ആഫ്റ്റർ മാരേജ്? അല്ല, ആദ്യം സൗദിയിലേക്ക് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മാരേജ് കഴിയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദുബായിലേക്കാണ് ഷിഫ്റ്റ്. ശരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജേന്ദ്രൻ സാറിൻ്റെ ഒരു ഷോർട്ട് ടൈമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മാഡം വന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ലക്കി എന്ന് പറഞ്ഞു. എത്രത്തോളമാണ് ആ ലക്കി നമുക്ക്? കാരണം തീർച്ചയായും ഒരു സക്സസ്ഫുൾ മാൻ്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത് തീർച്ചയായും വുമനാണ്. എത്രത്തോളം നമുക്ക് ആ സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞു മാഡം? സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവിസിബിൾ സപ്പോർട്ട് തന്നെയാണ്. ആണ്. വീട്ടിലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, വീട്ടിൽ വന്ന ടെൻഷൻസ് ഒക്കെ ഒന്നുമില്ലാണ്ട് അത് നന്നായിട്ട് കെയർ ചെയ്യാം. കാര്യം നോക്കുക. സോ വീട്ടിലൊരു ടെൻഷനും ഇല്ലാണ്ട് അങ്ങനെ കൊണ്ട് നടക്കുക. അതാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. Rama's profession is a teacher. She has done her MEd in education. Gold medalist ആണ്. So she used to work when we were in Saudi. അപ്പോൾ സൗദിയിൽ നിന്ന് വന്നിട്ട് കുട്ടികൾ ജനിച്ചപ്പോൾ രമ ഡിസൈഡഡ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് എനിമോർ. വീട്ടമ്മയായിട്ട് അങ്ങനെ ഒരു തീരുമാനം. ദാറ്റ്സ് എ സാക്രിഫൈസ് ഷീ ഹാസ് ഡൺ. തീർച്ചയായും. കാരണം നമ്മുടെ പ്രൊഫഷനെ നമ്മൾ അപ്പോൾ ഹി വർക്ക്സ് വെരി ലേറ്റ് ആയിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനെങ്കിലും കുട്ടികളുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരു ഡിസിഷൻ ഇപ്പോൾ എടുത്ത് നന്നായിരുന്നു എന്ന് അന്ന് എടുത്തത് ഇപ്പോൾ തോന്നുന്നുണ്ടാവും നന്നായിരിക്കുന്നു എന്ന്. കാരണം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞു. എത്ര കുട്ടികളാണ് മേഡം? 2. മൂത്തയാളുടെ പേര് രോഹിണി. ഇപ്പോൾ മണിപ്പാലിലാണ്. തേർഡ് ഇയർ. രണ്ടാമത്തെ ആൾ ഇവിടെ ഉണ്ട്, പേര് രചന. രചന എന്ത് ചെയ്യുന്നു? മണിപ്പാൽ തന്നെയാണ് അല്ലേ, യൂണിവേഴ്സിറ്റി കോമേഴ്സ് കൂടി. ശരിക്കും സാർ, കാരണം ഈ ഒരു കമ്പനി ഇന്ന് സാറ് അൽ ഫുതൈം വിൽസ് കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കർ ആൻഡ് കൺസൾട്ടൻ്റാണ്. എങ്ങനെയാണ് സാർ? കാരണം പണ്ട് ഇൻഷുറൻസിനെ ഒരു ഫീൽഡിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു മെത്തേഡിൽ നിന്ന് മാറി ഇന്ന് പലരും ഇന്നത്തെ ജനറേഷനിൽ വളരെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ് സാർ നമുക്ക്? മാറ്റങ്ങളാണ് പറഞ്ഞാൽ, ഞാനിപ്പോൾ ദുബായിൽ വന്നത് 1992 അന്ന് ഇൻഷുറൻസ് പറഞ്ഞൊരു എന്താ പറയുക ഫിലോസഫി അത്ര ആൾക്കാരെ മനസ്സിലില്ല. ഇൻഷുറൻസ് അത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആൾക്കാർ. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആൾക്കാർ ദേ ആർ മോർ സെൻസിബിൾ, ദേ ആർ മോർ എഡ്യൂക്കേറ്റഡ്, ദേ ആർ മോർ നോളജബിൾ അബൌട്ട് ഇൻഷുറൻസ്. And that's also created a lot of competition in the market. അപ്പോൾ we are actually operating in a very competitive environment. So that has got its own positives and negatives. അതുണ്ടാവുന്നുണ്ട്. അത് ഏത് മേഖലയിലും ഉണ്ടാവും സാർ, നെഗറ്റീവും പോസിറ്റീവും. പക്ഷേ നമ്മൾ ആ ഒരു ഇൻഷുറൻസ് മേഖലയെ നമ്മൾ വളരെയധികം ഇന്ന് അത് ഇൻഷുറൻസിനെ കൺസൾട്ടിങ് രംഗത്തുണ്ടെന്നുള്ളതാണ് അൽ ഫുതൈം വിൽസ് കമ്പനി. അപ്പോൾ ശരിക്കും ഇന്ന് ആ ഒരു കോമ്പറ്റീഷനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? നമ്മൾ എന്താ അറിയുക, the only way you can differentiate is through service. So service is paramount. എന്താ പറയുക, ഞങ്ങളുടെ പ്രൊഫഷനിൽ ക്ലയൻറ്റ് എന്താ ഒരു പോളിസി റിസീവ് ചെയ്യുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി പേർപ്പസ് ആസ് സച്ച്. ഞങ്ങൾ അവർ പ്രീമിയം കളക്ട് ചെയ്യണം, പോളിസി കൊടുക്കണം. പോളിസി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. ഒരു ക്ലെയിം ഉണ്ടാകുമ്പോഴേ വാല്യൂ മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്ലെയിം വരുമ്പോൾ നമ്മുടെ സർവീസ് എങ്ങനെയുണ്ട്, അതുപോലെ നമ്മൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ശരിക്കും സാർ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വേൾഡിലെ 3ാമത്തെ കമ്പനിയാണ് വിൽസ് എന്ന. ഇൻഷുറൻസ്. അപ്പോൾ ശരിക്കും അതിൻ്റേതായിട്ടുള്ള എന്തൊക്കെ ഡിഫറൻസ് ആണ് മറ്റുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ വിൽസ് അൽ ഫുതൈം വിൽസ് നൽകുന്നത്? ഞങ്ങൾ ഇൻഷുറൻസ് ബ്രോക്കറാണ്. അപ്പോൾ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഈസ് ടു source the best option for the client. First of all, ഞങ്ങൾ എന്താ അറിയുക, ഞങ്ങൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഒരു കമ്പനി പോയി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എന്തൊക്കെയാണ് റിസ്ക്സ്, അവരുടെ ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ് നോക്കിയിട്ട് അവരെ അഡ്വൈസ് ചെയ്യും. അക്കോർഡിംഗ് ടു ദാറ്റ് ദെൻ വി അറേഞ്ച് ദെയർ പോളിസീസ്. പിന്നെ വി ഗോ ടു ദ മാർക്കറ്റ്, സോഴ്സ് ദി ബെസ്റ്റ് പ്രൈസ് ആൻഡ് ദി ടേംസ് ഫോർ ദി ക്ലയൻറ്റ് ആൻഡ് ദെൻ റെക്കമെൻഡ് ടു ദം ആസ് ടു വാട്ട് ദേ നീഡ് ടു ടേക്ക്. ഒട്ടനവധി സാറിന് പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ മക്കളുടെ നല്ല വിദ്യാഭ്യാസം. അവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവരെ നല്ലൊരു സെറ്റിലാക്കണം.
അത് കഴിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു മെസ്സേജ്. അതിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സാറിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ, ഒരുപാട് യാത്ര ചെയ്യുവാൻ സാറിനും സാറിൻ്റെ കുടുംബത്തിനും സാറിൻ്റെ സ്ഥാപനത്തിനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെയുള്ളൊരു സമയം ഞങ്ങൾക്ക് വേണ്ടി, നല്ലൊരു ഈവനിങ് ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.